മോനേട്ടാ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. കൊണ്ടുവരാ സാറേ. വന്നു 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 ഒന്ന് വേഗം വാടോ. വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോ ബിയർ എടുത്തിട്ട് വരും. റൈസ് കൊണ്ടുവരാൻ പറഞ്ഞ ഐസ് കൊണ്ടുവരും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നോ എന്തോ. ഓ, ജനിച്ച കാലം പോലെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കാറുണ്ട്. ഞാൻ ജനിച്ചപ്പോ ഇങ്ങനെ ആയിരുന്നില്ല, കല്യാണത്തിന് ശേഷം ഇങ്ങനെ. അയ്യോ, ഈ ഫ്രിഡ്ജിലിരുന്ന ദോശമാവ് ഇതെവിടെ പോയി? ഞാൻ ഇവിടെ തന്നെയല്ലോ വെച്ചത്. അയ്യോ മാഡം, ദോശമാവ് പാലാണെന്ന് കരുതി ഞാൻ പാത്രത്തിലിട്ട് തിളപ്പിച്ചെന്നേ. ഓ, നിങ്ങളുടെ ഒരു കാര്യം. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. എന്താണെന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തു പോവാ, എല്ലാം കൊളമാക്കിക്കൊണ്ടിരിക്കുക. അയ്യോ, ആസ് യൂഷ്വൽ. റിയ. ഹലോ ഹലോ ചേച്ചി, ഒരു എമർജൻസി കേസ് ഉണ്ട്. നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ആ, ഈ നേരത്തോ? അല്ല, എന്താ പറ്റിയേ? ക്രിമിനൽ സൈക്കോഷാം എബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്തോണ്ടിരിക്കുക. മോസ്റ്റ്ലി സൈക്കോസിസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചേച്ചി ഒന്ന് വരുവാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടിയേനെ. പ്ലീസ് ചേച്ചി. ഓക്കെ, ഐ വിൽ ബി ദേർ. ഓക്കെ. പോണമായിരിക്കും അല്ലേ? എമർജൻസിയാ. ശരി, പോയിട്ട് വാ. കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടി മതിലൊക്കെ നോക്കി ഞാൻ ടൈം പാസ് ചെയ്തോളാം. സോറി ഡിയർ. ഓക്കെ ഓക്കെ, ഐ വിൽ ബി ബാക്ക് സൂൺ. ചെല്ല്. ആ, മിററിന് മുന്നിൽ ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട്, മറക്കാതെ കഴിച്ചേക്കണേ. ആയിക്കോട്ടെ മാഡം. ഏയ് ടേക്കാ ആ, മെഡിക്കൽ കിറ്റ് കാറിനകത്തുണ്ട്. ആ ശരി. ലവ് യു. ലവ് യു ടു. ടേക്ക് കെയർ. ചേച്ചി, എനിക്ക് ഇവനോട് കുറച്ച് പ്രൈവറ്റായി സംസാരിക്കാനുണ്ട്. നിങ്ങൾ എല്ലാരും പുറത്തേക്ക് പോയിക്കോ. ചേച്ചി. ആ, റിയ, തൽക്കാലത്തേക്ക് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. 24 to 36 hours അവൻ അൺകോൺഷ്യസ് ആയിരിക്കും. അവന്റെ ബ്രെയിൻ വേവ്സ് കുറെ സ്ട്രോങ് ആയതുകൊണ്ടാ അവൻ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിംഹാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്ക് അവനെ. ചേച്ചി, ഈ സമയത്ത് ഇതിപ്പോ 11 മണിയായില്ലേ? PM സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെയുള്ള മെജോറിറ്റി സ്റ്റാഫിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. മാനേജ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? അവനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിംഹാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ ചിലപ്പോൾ മരിച്ചു പോവും. സിറ്റുവേഷൻ ഈസ് വെരി വെരി ക്രിട്ടിക്കൽ റിയ. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ബാക്കി നിന്റെ ഇഷ്ടം. ബൈ. ചേച്ചി, ചേച്ചി, ഷിറ്റ്. നമ്മൾ എത്ര കാലാന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ജീവിക്കുന്നു. നീ ഒന്ന് മൂളിയാ മതി, നമുക്ക് ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാലോ. പ്ലീസ് അഞ്ജലി, എന്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഈ സമൂഹത്തിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. ലെറ്റ്സ് മാരി ഡിയർ. Again the same topic. എന്തിനാ ഇങ്ങനെ എപ്പോഴും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്റെ മൂഡ് സ്പോയിൽ ചെയ്യുന്നത്?
കല്യാണം എന്ന് പറഞ്ഞ ടോയ്ലറ്റ് പോലെയാ. പോകുന്നവരെ നമുക്ക് ഈ അർജൻസി ഉള്ളൂ. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാ പിന്നെ അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണമെന്നായിരിക്കും. ഞാൻ നിന്നെ പ്രണയിക്കുന്നു, നീ എന്നെയും പ്രണയിക്കുന്നു. നമ്മുടെ മനസാക്ഷിയേക്കാൾ വലുതല്ല ഒന്നും. ഈ സൊസൈറ്റിയെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരുന്നു കഴിഞ്ഞാ കല്യാണം എന്നുള്ള ഡ്രാമയില് നമ്മൾ ജോക്കേഴ്സായി മാറും. വേറെ പ്രയോജനമൊന്നുമില്ല. അഞ്ജലി, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് നിനക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. കല്യാണ സദ്യക്ക് എല്ലാവരും ആദ്യം വിളമ്പുന്നത് അച്ചാറായിരിക്കും എന്ന് കരുതി നമ്മൾ അച്ചാറ് മാത്രം കൂട്ടി സദ്യ കഴിക്കാറുണ്ട്. ഞാൻ എന്റെ ഭാര്യ ദിവ്യയെ ഡിവോഴ്സ് ചെയ്ത് എന്തിനു വേണ്ടിയാ? നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രമാ. കല്യാണം എന്ന് പറയേണ്ടത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. അതൊന്നും മനസ്സിലാക്കുന്നേ. അയ്യോ എന്റെ പൊന്നു മോനെ, എനിക്ക് കല്യാണത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എങ്ങാനും കല്യാണം കഴിച്ചാൽ നിന്നെ മാത്രമേ കെട്ടു. വെറുതെ മൂഡ് കളയല്ലേ ബേബി. കമോൺ. ആരാ ഈ സമയത്ത്? പവൻ, നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. രാജ്, വാട്ട് എ സർപ്രൈസ്. ഈ സമയത്ത് കം ഓൺ, കം. Anjali, my darling. This is for my lovely heroine, Anjali. Thank you, dear. What's the matter? You seem so happy. Today is my happiest day. അങ്ങനെ അവസാനം എനിക്ക് ഡിവോഴ്സ് കിട്ടിയിരിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്ന ആ ഒരു തടസ്സം അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒഴിവായി കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും പ്രണയ ജോഡികളെ പോലെ പറന്ന് 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 ആകാശത്തിന്റെ അതിർവരമ്പുകൾ താണ്ടിക്കൊണ്ട് സന്തോഷകരമായി ജീവിക്കാൻ പോകുന്നു. Come on, let's celebrate, അഞ്ജലി. Wow, good news. Definitely നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം രാജ്. പക്ഷേ ഇന്ന് വേണ്ട പ്ലീസ്. What? Come on, അഞ്ജലി. ഇത് നല്ല ഒന്നാം തരം ആൽക്കഹോളിക് വെതർ അല്ലേ? ട്രൂ രാജ്. നാളെ എനിക്ക് ബോംബെന്ന് കുറച്ച് മോഡലിംഗ് എക്സ്പെർട്സ് വരും. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് അസൈൻമെന്റ്സ് ഉണ്ട്. നാളെ നേരത്തെ എഴുന്നേറ്റ് റെഡി ആവണം. പ്ലീസ് ലെറ്റ്സ് സെലിബ്രേറ്റ് സം അതർ ടൈം. Okay. Advance Happy New Year. The same. Take care. Love you, dear. Bye bye. Bye. My sweetheart. Shit. അത് സോറി പവൻ, ഇവിടെ വേണ്ട. കം, വിൽ ഗോ സംവെയർ Shit. പ്ലീസ്.